ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ചാർലി ഗിർവാദീസ് അങ്കമാലി. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ കർത്തൃദിവസത്തിനായി നമുക്ക് ഏവർക്കും ദൈവത്തെ സ്തുതിക്കാം. സകല ഭക്തി ബഹുമാനത്തോടുകൂടി നാം നമ്മുടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും നീതിയിലും വിശുദ്ധിയിലും ആരാധിപ്പാനായി ഈ പകൽക്കാലം ഒത്തുകൂടുമ്പോൾ ഈ ഒരു ചെറിയ ചിന്ത നമുക്കെല്ലാവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതിനായി 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്രകാരമാണ്: യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ. ദാവീദ് രാജാവിന്റെ ജീവിതത്തിന്റെ സമഗ്രമായിരിക്കുന്ന ഒരു ചിത്രമാണ് 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: നീ എന്റെ ജനമായ ഇസ്രയേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തുനിന്ന് ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു. ദൈവം തന്റെ പ്രവാചകനായിരിക്കുന്ന നാഥാനിലൂടെ ദാവീദിനെ ഓർമ്മിപ്പിച്ചുണർത്തുന്നത് വലിയ ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ആ തിരഞ്ഞെടുപ്പിന്റെ പിറകിലുള്ള ദൈവികമായിരിക്കുന്ന താല്പര്യത്തെ കുറിച്ചിട്ടാണ്. സ്വന്തം രാജ്യത്തിനും കുടുംബത്തിനും മാതാപിതാക്കന്മാരാലും ഗണിക്കപ്പെടാതിരുന്ന അവസ്ഥയിൽ പുൽപ്പുറത്ത് അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ, ആരും നിന്നിൽ യാതൊരു യോഗ്യതയും കാണാതിരുന്നപ്പോൾ, ആർക്കും നിന്നിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നപ്പോൾ, ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തിരുത്തുവാൻ ദൈവം നിന്നെ ആ പുൽപ്പുറത്ത് വെച്ച് തിരഞ്ഞെടുത്തു എന്നാണ്. 8-ാം വാക്യത്തിലൂടെ കടന്നു വരുമ്പോൾ ദൈവാത്മാവ് ഓർപ്പിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് ഞാൻ നിന്നോട് കൂടെ ഇരുന്നു എന്നുള്ളതാണ്. തിരഞ്ഞെടുത്ത നാൾ മുതൽ ജീവിതത്തിന്റെ വഴിത്താരയിൽ ഇന്ന് വരെയും ഞാൻ വലിയവനായ ദൈവം നിന്നോട് കൂടെ ഇരുന്നു. ഒരു സൈന്യം നിനക്കെതിരെ പാളയമിറങ്ങിയിരുന്നു. കാരണം കൂടാതെ നിന്നെ ദ്വേഷിക്കുന്നവർ നിന്റെ തലയിലെ രോമങ്ങളെക്കാൾ അധികമായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ഞാൻ നിന്നോട് കൂടെയിരുന്നു. ഇനി 8-ാം വാക്യത്തിന്റെ തന്നെ 2-ാം ഭാഗത്തിലോട്ട് കടന്നു വരുമ്പോൾ ദൈവാത്മാവ് നാഥാനിലൂടെ ദാവീദിനെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്ന കാര്യം ഇതാണ്: അവന്റെ ഭാവിയെക്കുറിച്ച് ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്ക് ഉണ്ടാക്കും. ദാവീദിന്റെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ദൈവിക പദ്ധതിയെ വലിയവനായ ദൈവം ദാവീദിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നീ പുൽപ്പുറത്ത് അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ നിന്നെ തെരഞ്ഞെടുത്തവനായ ദൈവം, ഈ നാളത്രയും നിന്നോട് കൂടെയിരുന്ന് നിന്നെ പോറ്റി പുലർത്തിയവനായ ദൈവം ലോകത്തിലെ മഹാന്മാരോടുകൂടെ നിന്നെ ഇരുത്തുവാനായിട്ട് പോവുകയാണ്. നാഥാൻ പ്രവാചകനിൽ നിന്ന് ദാവീദ് ഈ വാക്കുകളെ കേട്ടപ്പോൾ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞതെന്നാൽ, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ. പ്രിയ ദൈവമക്കളെ, ഈ കർത്തദിവസം രാജാതിരാജാവും കർത്താതികർത്താവും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും സർവ മഹത്വധാരിയുമായിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ
നമ്മുടെ അന്തരംഗത്തിൽ നിന്നും ഉയരുന്ന ആദ്യ ചോദ്യവും ഇത് തന്നെയല്ലേ? എൻ്റെ ദൈവമേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ ആരാണ്? പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന അവസ്ഥയിൽ, കൂരിരുളിനാൽ മറപിടിച്ച് കിടന്ന അവസ്ഥയിൽ, വ്യക്തമായിരിക്കുന്ന ഉദ്ദേശത്തോടെ നീ എന്നെ തെരഞ്ഞെടുത്തു. ഒരു വിലയുമില്ലാതിരുന്ന എനിക്ക് അവിടുന്ന് സ്വർഗം ഏറ്റവും വലിയ വില കൊടുക്കുകയുണ്ടായി. വീണുപോകാമായിരുന്ന അനേക ജീവിത സാഹചര്യങ്ങളിൽ എന്നോട് കൂടെയിരുന്ന് നീ എന്നെ വഴി നടത്തി. അതും പോരാ എന്ന് തോന്നിയിട്ട് സ്വർഗത്തിൽ അവിടുന്ന് എനിക്കായി സ്ഥലമൊരുക്കി വീണ്ടും എന്നെ ചേർക്കുവാൻ വരാമെന്നുള്ള വാഗ്ദത്തവും നൽകി. എത്രയോ വലിയ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് നമ്മോട് കാണിച്ചത്. എത്രയോ വലിയ കൃപയാണ് നമ്മുടെ മേൽ അവിടുന്ന് അവൻ ചൊരിഞ്ഞത്. എത്രയോ വലിയ കരുണയാണ് നമ്മുടെ മേൽ അവിടുന്ന് അവൻ ചൊരിഞ്ഞത്. ആ വലിയ കൃപയെ ഓർത്ത്, ആ ദിവ്യ സ്നേഹത്തിനെ ഓർത്ത് ഈ ഒരു പാൽക്കാലം നമുക്ക് അവനെ ആരാധിക്കാം. നമ്മുടെ തിരഞ്ഞെടുപ്പിനെ ഓർത്ത്, നമ്മെ വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത്, നമുക്ക് വേണ്ടി അവൻ കൊടുത്ത ആ വലിയ വിലയെ ഓർത്ത്, ജീവിതത്തിൽ ഒരു പ്രത്യാശയും പ്രതീക്ഷയുമില്ലായിരുന്ന അടുത്ത് ഏറ്റവും ഉത്തമമായിരിക്കുന്ന പ്രത്യാശയും ഏറ്റവും വലിയ പ്രതീക്ഷയും നൽകി നമ്മുടെ നിലനിർത്തുന്ന ആ കർത്താവിൻ്റെ ദിവ്യസ്നേഹത്തിന് മുമ്പിൽ നമുക്ക് വീണ് വണങ്ങി അവനെ നമസ്കരിക്കാം. അവിടുത്തെ പൊന്നുനാമത്തെ ഉയർത്താം. അവിടുത്തെ പൊന്നുനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.